ഹേ ഗായ്സ്, ഇന്നത്തെ കറക്ക അനിയത്തിയായിട്ടാട്ടോ. ഇതും ഒരു 4-5 മാസമല്ല 2-3 മാസത്തിന് മുന്നേ ഞാനും അനിയത്തിയും കൂടെ പോയതാണ്. അന്നും ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ കുറച്ച് പാർട്സൊക്കെ ഉണ്ട്. അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും അനിയത്തിയും കൂടെ കൊല്ലം ബീച്ചിലേക്ക് പോയി. അങ്ങനെ അവൾ കാല് നനയ്ക്കാനായിട്ട് നടന്നു പോയിട്ടോ. എനിക്ക് ബീച്ചിൽ വെള്ളാത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ കുറേ വർഷങ്ങളായി കാല് നനച്ചിട്ടുണ്ട് നമ്മുടെ കൊല്ലം ബീച്ചിൽ. എനിക്ക് അവിടുത്തെ വെള്ളം, എനിക്ക് കാലിന് അലർജി ഉണ്ട്, അപ്പോൾ എനിക്ക് ഓക്കെ ആവില്ല. അവിടെ ഞാൻ അവിടെ കാല് നനയ്ക്കാറില്ല. അവളും അങ്ങനെ നനയ്ക്കാറില്ല. പക്ഷെ അന്ന് എന്നോട് പറഞ്ഞു നനയ്ക്കണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കിവിടെ വന്നിരിക്കുമ്പോൾ ബീച്ചിൽ പോകാൻ എനിക്കിഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ബീച്ചിൽ കുറേ നേരം വന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാവും നടക്കും. നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതെല്ലാം മറന്നു പോയിട്ടൊന്ന് ഫ്രഷ് ഫീൽ എനിക്ക് കിട്ടും ബീച്ചിൽ പോകുമ്പോൾ. മെയിനായിട്ട് ബീച്ചിൽ പോകുന്നത് അതിനാട്ടോ. പിന്നെ മെയിനായിട്ട് പോകുന്നത് ഫുഡ് അടിക്കാനും. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് കോളിഫ്ലവർ ഫ്രൈ വാങ്ങാനാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിലെ കോളിഫ്ലവർ ഫ്രൈ. അങ്ങനെ അത് വാങ്ങി കഴിച്ചു. ആ പിള്ളേർ നോക്കുന്നതേ അവർ ബില്ല് ചെയ്തോ എന്നാട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബില്ല് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് നേരെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫേമസ് ആയിട്ട് വരുന്ന ഒരു ഷോപ്പുണ്ട്. എനിക്ക് തോന്നുന്നു പോപ്സി അങ്ങനെ എന്താണ് പേര്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ പേരെന്താണെന്നുള്ളത്. അവിടെ ഒരു അടുത്തൊരു ട്രക്കിൽ ഒരു ഷോപ്പുണ്ട്. അവിടുത്തെ മെനു കാർഡാണത്. എവിടെ പോയാലും നമുക്ക് മെനു കാർഡ് പഠിക്കുന്നൊരു ശീലമുണ്ടല്ലോ. അതിനുശേഷം ഓർഡർ ചെയ്ത് ഞാൻ അവളോട് ഫുള്ളി അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ എന്നെ എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ എന്തിനാണ് എന്നെ എടുക്കുന്നത്? ദാദാ കേട്ടോ ഷോപ്പിൻ്റെ പേര് വായിച്ചില്ല പെട്ടെന്ന്. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അവിടെ നല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്നിട്ട് എടുത്തു. അതിനുശേഷം കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു അവിടെ. അത് കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് വന്നു. എനിക്ക് തോന്നിയത് ടേസ്റ്റൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല, ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ക്വാണ്ടിറ്റി അതിനനുസരിച്ചുണ്ടോ എന്ന് ചോദിച്ചാൽ റേറ്റിനുള്ള ക്വാണ്ടിറ്റി എനിക്ക് തോന്നിയില്ല. ടേസ്റ്റ് ഓക്കെ നല്ല ചൂടോടാട്ടോ തരുന്നത്. അപ്പം തന്നെ ഉണ്ടാക്കിയാണ് തരുന്നത്. അതുകൊണ്ടാണ് അവർ ലേറ്റ് ആവുന്നത് തരാൻ വേണ്ടിയിട്ട്. സർവീസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ കസ്റ്റമർ സർവീസ് എടുത്ത് പറയേണ്ടായിരുന്നു. അടിപൊളി സർവീസായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ മേടിച്ചത് മോമോസ് ആയിരുന്നു. മോമോസ് അത്യാവശ്യം നല്ലതായിരുന്നു. ഞാൻ ഇതിലും മോമോസ് വേറെ കഴിച്ചിട്ടുണ്ട്. എനിക്ക് അത്രയും ഹൈപ്പൊന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ല ഫുഡാണ് അവിടുത്തെ, അങ്ങനെ പറയാൻ പറ്റും. ഓവർ ഹൈപ്പൊന്നും പറയാനില്ല. ഇൻസ്റ്റഗ്രാമിൽ കണ്ടപ്പോൾ എനിക്ക് ഓവർ ഹൈപ്പായിട്ടാണ് തോന്നിയത്. അത്രയൊന്നും പറയാനില്ല, നോർമൽ ഫുഡ്. പിന്നെ ഞാൻ ചൂടോടെ എടുത്ത് വെച്ച് കഴിച്ചു കേട്ടോ. എൻ്റെ വാ പൊള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിച്ചിരി അത്തറിൻ്റെ പ്രാന്തുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയുള്ളതാണ്. എനിക്കതിൽ ബിസ്ക്കറ്റ് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ പോലെ ആ ഒരു ഫ്ലേവർ മാത്രമേ എടുക്കുള്ളൂ. വേറെയൊക്കെ ഞാൻ ഇങ്ങനെ നോക്കും ട്രൈ ചെയ്ത്, പക്ഷെ അതൊന്നും എടുക്കില്ല. ലാസ്റ്റ് ഞാൻ ബിസ്ക്കറ്റിൽ തന്നെ വന്ന് നിൽക്കും. എനിക്ക് ബിസ്ക്കറ്റ് ഫ്ലേവർ തലയ്ക്ക് പിടിച്ചിരിക്കുക. എനിക്ക് അത്ര ഇഷ്ടം ഉണ്ടായിരുന്ന ഒരാളല്ലായിരുന്നു. പക്ഷെ പിന്നെ ഇതിന് ഞാൻ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയി കേട്ടോ. അതിനുശേഷം ഈ ബിസ്ക്കറ്റ് എവിടെ ചെന്നാലും ബിസ്ക്കറ്റ് ഫ്ലേവർ നോക്കും. പിന്നെ കുറേ ഫ്ലേവേഴ്സ് ഇങ്ങനെ നോക്കും. ലാസ്റ്റ് അതിൽ തന്നെ വരും. ആ ഒരു സ്മെല്ലിനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അനിയത്തിക്കൊരു ആഗ്രഹം, എന്നാൽ ഒരു പിസ്സ കഴിക്കാം. എന്നാൽ പിന്നെ പിസ്സ കഴിക്കാൻ പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ മറ്റേ ലാപ്പിനോസിൽ കയറി. ഇപ്പോൾ വന്ന ഔട്ട്ലെറ്റാട്ടോ, കൊല്ലത്ത് കടപ്പാക്കടയിൽ വന്ന ഔട്ട്ലെറ്റാണ്. അങ്ങനെ അവിടെ കയറി ഓൾറെഡി വയറ് ഫുള്ളാണ്. ഐസ്ക്രീം കഴിച്ചു, കോളിഫ്ലവർ ഫ്രൈ കഴിച്ചു, അവിടെ സാൻഡ്വിച്ച് മോമോസൊക്കെ കഴിച്ചു, ഓൾറെഡി ഫില്ലാണ്. അതുകൊണ്ട് ഞങ്ങളൊരു ഒരെണ്ണം പറഞ്ഞു കേട്ടോ. ഓർഡർ ചെയ്ത് വന്നു. എനിക്ക് ഏതാണെന്നൊന്നും അറിയില്ല, കുറച്ച് നാളായതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. ചിക്കൻ്റെ എന്തോ ഒരു നോർമൽ സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഇപ്പോൾ എൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നോക്കിയിരുന്നോ? അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നീട് ഞാൻ പിന്നെ അവിടെ പോയിട്ടില്ല, ആ റൂട്ട് അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് കയറിയിട്ടില്ല. പക്ഷേ ഇനിയും ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുറച്ച് നാളായി ഔട്ട്ലെറ്റ് അവിടെ വന്നിട്ട്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ടെന്ന്, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ തന്നെ ഒരു 9:30 ആയി. ഞങ്ങളൊരു 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ നിന്നാട്ടോ പിസ്സ കഴിച്ചത്. അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.